എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാരി ഇളവഴകൻ്റെ സംവിധാനത്തിൽ വന്ന ജമ എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, തമിഴ്നാട്ടിലുള്ള തിരുനെൽവേലി സംസ്ഥാനത്തിൽ തെരുവ് നാടകം കളിക്കുന്ന ഗ്രൂപ്പിൻ്റെ പേരാണ് ജമ. നമ്മുടെ കഥാനായകൻ്റെ അച്ഛന് ഒരാഗ്രഹം, അതായത് ഞാൻ ഒരു വലിയ ഈ കൂത്ത് അഭിനേതാവാകണം എന്ന് പറഞ്ഞിട്ട് അതിന് അയാൾ ശ്രമിക്കുകയും അങ്ങനെ വലിയൊരു അഭിനേതാവുകയും ചെയ്യുന്നു. അങ്ങനെ അഭിനേതാവായി ആയിക്കഴിഞ്ഞതിന് ശേഷം ഇവർക്കൊരാഗ്രഹം, തനിച്ച് ഒരു ട്രൂപ്പ് ഉണ്ടാക്കണം. അങ്ങനെ ട്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാർട്ട്ണർ വിളിക്കുകയും രണ്ടുപേരും ചേർന്ന് ഒരു ട്രൂപ്പ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതിൽ നമ്മുടെ കഥാനായകനെ അഭിനയിപ്പിക്കുകയും ചെയ്യുന്നു. കഥാനായകന് മാക്സിമം കൊടുത്തുകൊണ്ടിരുന്നത് എല്ലാമേ സ്ത്രീ വേഷങ്ങളാണ്. അങ്ങനെ സ്ത്രീ വേഷം കെട്ടിക്കളിക്കുന്ന കഥാനായകൻ സ്ത്രീ ക്യാരക്ടറിനോട് ഒരു ചായ്വ് വരികയും അങ്ങനെ ഇയാളുടെ ചേഷ്ടകൾ മൊത്തം ഒരു സ്ത്രീ ചേഷ്ടയ്ക്ക് സമാനമായി രീതിയിൽ ആകുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവന് കല്യാണാലോചനകൾ വളരെ മുടങ്ങുന്നു. അങ്ങനെ ഇവന് ഒരുപാട് പ്രശ്നങ്ങൾ ഇവൻ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ട്രൂപ്പിലുള്ള പാർട്ട്ണർ കഥാനായകൻ്റെ അച്ഛനെ പറ്റിക്കുകയും ആ ട്രൂപ്പ് സ്വന്തമാക്കുകയും ചെയ്യുന്നു. അതിൽ മനം നൊന്ത കഥാനായകൻ്റെ അച്ഛൻ മരിച്ചു പോകുന്നു. അപ്പം നമ്മുടെ കഥാനായകൻ എങ്ങനെയെങ്കിലും ഈ ട്രൂപ്പിൻ്റെ മാസ്റ്റർ ഞാനാകണം, അതേപോലെ ഞാൻ സ്ത്രീ വേഷം കെട്ടാണ്ട് അർജുനൻ്റെ വേഷം, അതായത് ഒരു പുരുഷ വേഷം കെട്ടി അഭിനയിക്കണം എന്ന് തീരുമാനമെടുക്കുന്നു. അതിനുശേഷം ഇയാൾ പുരുഷവേഷം കെട്ടി അഭിനയിച്ചോ ഈ ട്രൂപ്പ് സ്വന്തമാക്കിയോ എന്നാണ് തുടർന്നുള്ള കഥ പോകുന്നത്. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നവരൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് നമ്മുടെ കഥാനായകൻ പാരി ഇളവഴകൻ. ആ സംവിധായകൻ തന്നെയാണ് ഇതിൻ്റെ കഥാനായകനായിട്ട് വന്നിരിക്കുന്നത്. കാരണം എല്ലാവരും ഒരു പുതുമുഖമായതുകൊണ്ട് നമുക്ക് ബോറടിക്കാണ്ടിരുന്ന് കാണാം. പിന്നെ മ്യൂസിക് ഇളയരാജയാണ് മ്യൂസിക്. ബാക്ക്ഗ്രൗണ്ട് ആ ഗ്രാമീണ പാണിയിൽ അയാൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ സോങ്സ് പോരാ. പിന്നെ അതേപോലെ ഈ കൂത്ത് കെട്ടുന്ന നടന്മാരുടെ ജീവിതങ്ങൾ ഓരോന്നിങ്ങനെ കാണിക്കുന്നുണ്ട്, അത് നന്നായിട്ടുണ്ട്. പിന്നെ അതേപോലെ ആ ഗ്രാമീണ പാണിയിലുള്ള വിഷ്വൽസ്, തമിഴ്നാട്ടിൻ്റെ ഉൾഗ്രാമങ്ങളിലുള്ള വിഷ്വൽസും നന്നായിട്ട് തന്നെയുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. മൊത്തത്തിൽ പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് പീസ് മൈൻഡോടെ പോയിരുന്ന് കാണുകയാണെങ്കിൽ കാണാം. എന്നാൽ ശരി, താങ്ക് യു.